ഹലോ, നമ്മളിന്ന് പണ്ടൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു നാടൻ വിഭവമാണ് തയ്യാറാക്കുന്നത്. കപ്പക്കുറുക്കും ചെമ്മീൻ മാങ്ങ ചമ്മന്തിയും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് കപ്പ ഉണങ്ങിയതെടുത്തിട്ടുണ്ട്. ഇത് പച്ചയ്ക്ക് കപ്പ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. വാട്ടുകപ്പയല്ല, പച്ചയ്ക്ക് തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് കൈകൊണ്ടൊന്ന് ഒടിച്ച് എടുക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം വേണം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളമയമൊന്നും ഉണ്ടാകാൻ പാടില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം പൊടി ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ചേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 2 കപ്പോളം വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ ഈ ഒരു പാകത്തിൽ കിട്ടും. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. കപ്പയ്ക്ക് എന്തെങ്കിലും കട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, വെള്ളം കുറച്ച് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഊറ്റിക്കളയണം. ഇപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞു. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് കുറുക്കുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പൊക്കെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കൊരു ഇത്തിരി വെള്ളം ഒന്നെടുത്ത് മാറ്റി വെക്കണം. ഇത് എന്തിനാണെന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം. ഇനി നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കപ്പ, നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അപ്പം തന്നെ ഇളക്കിയെടുക്കണം. തീ കുറച്ചിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാനായിട്ട്. നമ്മൾ അപ്പത്തിനൊക്കെ കപ്പി കാച്ചിയെടുക്കില്ലേ, അതുപോലെ തീ കുറച്ചിട്ടിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ ഇത്തിരി ഒന്ന് കട്ടിയാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി ഉടച്ചെടുക്കണം. കട്ട കെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗമൊന്നും വേവായി കിട്ടില്ല, ഉൾഭാഗമൊക്കെ വെളുത്തിരിക്കും. അപ്പോൾ ഇതുപോലെ തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ തീ മാക്സിമം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കപ്പക്കുറുക്ക് റെഡി ആയിട്ടുണ്ട്. അധിക സമയമൊന്നും എടുക്കുകയില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ട ചമ്മന്തി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 പച്ചമുളക്, ഒരു 1/4 കപ്പോളം ചെമ്മീൻ, അത് വറുത്ത് എടുത്തിട്ടുള്ളതാണ്, തലയും വാലൊക്കെ കളഞ്ഞ് വറുത്തെടുത്തിട്ടുള്ള ചെമ്മീൻ. പിന്നെ ഒരു കുഞ്ഞുള്ളിയും ഒരു ചെറിയ കഷ്ണം മാങ്ങ. പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് മതിയാവും, പുളി കുറവാണെങ്കിൽ ഇത്തിരി കൂടുതൽ ചേർത്തോളുക. നമ്മുടെ ചമ്മന്തിക്ക് ഇത്തിരി പുളിയും എരിവും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ഇഡലിക്കും ദോശയ്ക്കൊക്കെ ചമ്മന്തി അരയ്ക്കുന്ന ആ ഒരു പാകത്തിന് അരച്ചെടുക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ലൂസായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയാണ്. ഇതിന് പ്രത്യേകിച്ച് കടുക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചൂടാക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ നമുക്കിനി കപ്പക്കുറുക്ക് കഴിക്കാം അല്ലേ. അപ്പോൾ അതാ ഇതുപോലെ ഇലയിലേക്ക് കുറേശ്ശെയായിട്ട് വിളമ്പിയെടുക്കുക. നടുഭാഗത്തായിട്ട് ഇത്തിരി ഒന്ന് വകഞ്ഞ് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ചമ്മന്തി കൂടി നടുഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ചമ്മന്തിയും കപ്പയും കൂടി കൂട്ടി വേണത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.